മലയാളത്തിലെ പ്രമുഖ നടിക്ക് ഇസ്ലാമിലേക്ക് മതം മാറാൻ 100 കോടി രൂപ വാഗ്ദാനം ചെയ്തുവെന്ന വെളിപ്പെടുത്തൽ സംവിധായകൻ വിജി തമ്പുരായുടെ വെളിപ്പെടുത്തൽ വലിയ ചർച്ചയാക്കിയിട്ടുണ്ട്. ഒരു ചാനൽ ചർച്ചയ്ക്കിടയ്ക്ക് ബി.എസ്.പി നേതാവ് കൂടിയ വിജി തമ്പുരായുടെ ആരോപണം. കുടുംബമില്ലാതെ ഒറ്റയ്ക്ക് കഴിയുന്ന സ്ത്രീകളാണ് ഇത്തരത്തിലുള്ള ഓഫർ ലഭിച്ചതെന്നും വിജി തമ്പി പറയുന്നു. നാടു മഞ്ജു വാര്യരാണ് മതം മാറ്റാൻ ശ്രമിക്കുന്നതെന്നും 100 കോടിയുടെ ഓഫറുമായി ഒരു സംഘം അവരുടെ പിറകെ ഉണ്ടെന്നും സോഷ്യൽ മീഡിയയിൽ വാദമുണ്ട്. ഇതേക്കുറിച്ച് പല ചർച്ചകൾ നടക്കുന്നുമുണ്ട്. വിവാഹമോചിതയായ മഞ്ജു ഇന്ന് ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത്. ഇതാണ് വിജി തമ്പുരാന്റെ വാക്കുകളായി പലരും കൂട്ടിവായിക്കുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനസാന്നിധ്യമുള്ള നടിയായാണ് മഞ്ജു വാര്യർ. വ്യക്തിജീവിതം സംഭവബഹുലം. മഞ്ജുവിനെയാണ് മതം മാറ്റാൻ ശ്രമിക്കുന്ന വാദം സോഷ്യൽ മീഡിയയിൽ ശക്തപ്പെടുന്നുണ്ട്. എന്നാൽ ഇതിനെക്കുറിച്ച് മഞ്ജുവോ വിജി തമ്പിയോ പ്രതികരിച്ചിട്ടില്ല. തെറ്റായ പ്രചരണങ്ങൾ നടത്തി മഞ്ജുവിനെ അനാവശ്യ വിവാദങ്ങൾക്ക് വലിച്ചിരുതെന്ന അഭിപ്രായവും വരുന്നുണ്ട്. ഹിന്ദു മതസ്ഥരായ മഞ്ജു വാര്യർ വലിയ ദൈവവിശ്വാസിയാണ്. രാശിപ്രകാരം ഭാഗ്യം തേടിയെത്തുന്ന ജന്മമാണ് മഞ്ജുവിൻ്റെതെന്ന് ജ്യോത്സ്യരുൾപ്പെടെ പറയാറുണ്ട്. മഞ്ജുവിൻ്റെ ഒപ്പമുള്ളവർക്ക് രാജയോഗമാണ്. കരിയറിൽ ഒന്നുമായിരുന്നില്ല കാലത്തായിരുന്നു നടൻ ദിലീപ് മഞ്ജുവിനെ വിവാഹം ചെയ്തത്. പിന്നീട് ദിലീപിന് വെച്ചടി വെച്ചടി കയറ്റമായിരുന്നു. പണവും പ്രശസ്തിയും ദിലീപിനെ തേടി വന്നു. മഞ്ജു കണ്ണീരോടെ ദിലീപിൻ്റെ ജീവിതത്തിൽ നിന്ന് പടിയിറങ്ങിയോടെ ദിലീപിൻ്റെ ജീവിതത്തിൽ തകർച്ചയാണ് ഉണ്ടായത്. 4-ാം വയസ്സ് മുതൽ നൃത്തം പഠിക്കുന്ന മഞ്ജു കലാരംഗത്ത് തിരിച്ചുവരുന്നത് ക്ഷേത്രങ്ങളിൽ നൃത്തം വഴിയാണ്. താൻ ജനിച്ചു വളർന്ന സംസ്കാരത്തിൽ അടിയുറച്ചു നിൽക്കുന്നതാണ് മഞ്ജുവെന്നും അനാവശ്യ വിവാദങ്ങൾക്ക് നടിയുടെ പേര് വലിച്ചിടുന്നതെന്നും വാദമുണ്ട്.